വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാണെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. LDF സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്തിയിരുന്നു, എന്നാൽ ഈ സർക്കാർ വിപണിയിൽ ഇടപെടൽ നടത്തുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, വലിയ രീതിയിലുള്ള വിമർശനമാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചത്. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വിലക്കയറ്റം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. കുടുംബ ബജറ്റുകൾ അടക്കം താളം തെറ്റുന്ന ഒരു സാഹചര്യമായിട്ടും പുതിയ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്ന വിമർശനങ്ങൾ അടക്കം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വിഷയം പരാമർശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, തീർച്ചയായും വലിയ വിമർശനം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായി വരുന്ന ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെച്ചത്. 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് വിലക്കയറ്റത്തിൽ വലയുന്ന ഒരു ഓണക്കാലം ഇപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് എന്നത് അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം തടയാൻ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ ഭാഗമായി കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. LDF സർക്കാർ നേരത്തെ കഴിഞ്ഞ LDF സർക്കാരുകളെല്ലാം തന്നെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വലിയ തരത്തിലുള്ള വിപണി ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഈ സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ ധനസഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ പാളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാഴ്വാക്കാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ടിയ ആളുകളെ സർക്കാർ കൈവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് മാത്രമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. ഈ പാവപ്പെട്ട ജനങ്ങളോട് കരുണയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ എന്ന വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. എന്തോ ഒരു പുകമറ സൃഷ്ടിച്ച് ഇവരൊക്കെ എന്തോ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് ED പിന്നോട്ട് പോകണം, ഇതിനെയും അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം ഏതായാലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ കളി കളിക്കുകയാണ് എന്ന വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഉമ.